ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യത്തിലൂടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ ഫലമുണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി തീരും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല, ആട്ടിൻകൂട്ടം നശിച്ചു പോകും. എന്നാൽ ഞാൻ എന്റെ രക്ഷയുടെ ദൈവമായ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. ഇവിടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ അത്തിവൃക്ഷം തളിർക്കുകയില്ലെങ്കിലും, മുന്തിരിവള്ളിയിൽ ഫലമുണ്ടായില്ല എങ്കിലും, കന്നുകാലികൾ ഗോശാലയിൽ ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ നശിച്ചുപോയാലും ഞാൻ എന്റെ രക്ഷയുടെ ദൈവമായ യഹോവയിൽ ആനന്ദിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇതെല്ലാം ഈ അത്തിവൃക്ഷവും മുന്തിരിവള്ളിയിലെ ഫലങ്ങളും എല്ലാം നമ്മുടെ ഭൗതികതയെ സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് ഈ ഭൗതികത, നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുകയായ ഈ കൃഷിയും അതുപോലെ കന്നുകാലികളും എല്ലാം നശിച്ച് നമ്മുടെ ഭൗതികത ഇല്ലാതെയായി തീർന്നാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമ്മൾക്ക് രക്ഷ നൽകുന്ന നമ്മുടെ ദൈവത്തിൽ ഞാൻ എപ്പോഴും സന്തോഷിക്കുന്നു എന്നാണ് ഈ വചനത്തിലൂടെ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ നമ്മുടെ ഭൗതികത നശിച്ചാലും ഇതെല്ലാം തിരിച്ചു തരുവാനും നമുക്ക് ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ എപ്പോഴും ആനന്ദിക്കണം എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ ആത്മീയത സ്വീകരിച്ച് ദൈവവചനത്തിൽ സന്തോഷിച്ച് ദൈവത്തോടൊപ്പം ആനന്ദത്തിലായി തീരാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവം പ്രാർത്ഥിക്കും.